ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് നല്ല കിടിലനൊരു പലഹാരം ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റായും 4 മണി ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇതിനു വേണ്ടി നല്ല പഴുത്ത ചക്കച്ചുള ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരയണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണിത്. 2 ടേബിൾ സ്പൂൺ റവ, 4 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 പിഞ്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ആകെ 7 ടേബിൾ സ്പൂൺ പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു പാകത്തിനായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇനി ഈ മാവ് ഒരു 6 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വേണമെങ്കിൽ മാവിൽ ഒരു പിഞ്ച് അപ്പസോഡ കൂടി ചേർക്കാം. മാവ് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ട് 6 മണിക്കൂറായി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം തീയിലിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചട്ടി കൂടുതലായിട്ട് ചൂടാക്കരുത്, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം അപ്പം ചുട്ടെടുക്കാൻ. ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇനി കുറച്ച് മാവ് ഒഴിച്ച് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഭാഗത്തും അല്പം നെയ്യ് പുരട്ടി മറിച്ചിടാം. രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കപ്പം ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.